ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ നമ്മൾ സൗണ്ട് കൂട്ടിയാൽ തന്നെ അൻ തഹ്ബത അഅമാലുകും, നിന്റെ ഇതുവരെയുള്ള അമൽ പൊളിഞ്ഞു പോകുമെങ്കിൽ. ഖസ്തല്ലാനി ഇമാം റഹിമഹുല്ലാഹ് വിശദീകരിക്കുക, മോനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ശബ്ദം ഉയർത്തിയാൽ തന്നെ അമൽ പൊളിഞ്ഞു പോകുമെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതത്തിനെതിരെ അല്ലെങ്കിൽ അവിടുന്ന് പറഞ്ഞ ഒരു ഹദീസിനെതിരെ, അവിടുന്ന് പഠിപ്പിച്ച ശരീഅത്തിന്റെ നിയമത്തിനെതിരെ നിന്റെ ചിന്തയിൽ ഒരു ചിന്ത വന്നാൽ, യുക്തിവാദിയായാൽ ലിബറൽ ആലോചനയിലായാൽ നിന്റെ അമൽ എപ്പം പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. അതെന്താ അങ്ങനെ? എനിക്ക് പൊതുവെ അതിനോട് യോജിപ്പില്ല. അങ്ങനെ ചിലർ ചിന്തിക്കും, ഏതെങ്കിലും ഒരു ക്ലിപ്പ് കേട്ടതിന് ശേഷം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ്റെ പ്രഭാഷണം കേട്ടതിന് ശേഷം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം, എനിക്ക് പൊതുവെ അതിനോട് യോജിപ്പില്ല. എന്തിനോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു നിയമത്തെയാണ് അയാൾ പറയണത്. മരിച്ചവർക്ക് ഓതണമെന്നും മരണപ്പെട്ടവരുടെ അടുത്തുനിന്ന് ഓതണമെന്നും പഠിപ്പിച്ച നിയമം ഒരാൾക്ക് പറ്റണില്ല. എനിക്കതിനോട് യോജിപ്പില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബിദഅത്തുകാരുടെ അമൽ അല്ലാഹു സ്വീകരിക്കുന്നതല്ല? കാരണം അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന എല്ലാത്തിനോടും യോജിപ്പില്ല. അവർക്ക് തോന്നുന്നത് അതത് കാലത്ത് യോജിക്കും, അത്ര തന്നെ. അപ്പോൾ ബിദഅത്തുകാരുടെ അമൽ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. ഒരാളെ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ വഴി? ഇല്ലാ ദലീല അലാ ത്വരീഖി ഇലൽ ഇലാഹ്. അല്ലാഹുവിലേക്ക് എത്താൻ ലോകത്തൊരേ ഒരു വഴിയേ ഉള്ളൂ. ആര് പറയുന്നു? സയ്യിദു ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാണ്, ഇല്ലാ മുതാബഅത്തുർ റസൂൽ മുക്മില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫോളോ ചെയ്യണം. റസൂലുള്ളാഹിനെ അംഗീകരിക്കാത്തൊരു മനുഷ്യന് യഥാർത്ഥത്തിൽ അയാൾക്ക് അല്ലാഹുവിലേക്ക് എത്താൻ പറ്റില്ല. അങ്ങനെ പലരും എത്താൻ നോക്കിയിരുന്നു. നമുക്ക് അല്ലാഹുവിനെ മതി എന്ന് പറഞ്ഞിട്ട് മലക്കുകളോട് എല്ലാവരോടും കൂടി സുജൂദ് ചെയ്യാൻ പറഞ്ഞില്ലേ ആദം നബി അലൈഹി സ്വലാമിന്? അവരെല്ലാം സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. അബാ വസ്തക്ബറ. മൂപ്പരെന്താ ന്യായം പറഞ്ഞത്? സുജൂദ് അല്ലാഹുവിന് മാത്രം. ആര് പറഞ്ഞു? ഇബ്ലീസ് പറഞ്ഞു. അതുകൊണ്ട് മൂപ്പര് ചെയ്ത ഒരു സുജൂദും അല്ലാഹുക്ക് വേണ്ട. മൂപ്പരന്റെ ന്യായം എന്താ? സുജൂദ് അല്ലാഹുവിന് മാത്രം. 80,000 കൊല്ലം സുജൂദ് ചെയ്ത് നടന്ന ആളാ മൂപ്പര്. എന്നിട്ട് ഒരു സുജൂദും അല്ലാഹുവിന് വേണ്ട. മൂപ്പര് ന്യായം എന്തായിരുന്നു? സുജൂദ് അല്ലാഹുവിന് മാത്രം. സ്വഹാബത്തിന്റെ ഇടയിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച മുഅ്തസിലി ഖവാരിജത്ത് എന്ന വിഭാഗം, ബിദഅത്തുകാർ രണ്ട് സുന്നികൾക്കിടയിൽ തർക്കമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് കാണുമ്പോൾ മസ്ലഹത്ത് ചർച്ച നടക്കാറുണ്ട് അല്ലേ? ഉണ്ട്. അതുപോലെ സ്വഹാബത്തിന്റെ ഇടയിൽ തർക്കം ഉണ്ടാക്കാനും ഫിത്ന ഉണ്ടാക്കാനും ഖവാരിജത്ത് എന്ന ബിദഅത്ത് ശ്രമിക്കുന്നു എന്ന് കണ്ടപ്പോൾ രണ്ട് സ്വഹാബിമാരെ അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു മധ്യസ്ഥരായിട്ട് നിശ്ചയിച്ചു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയും അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയും നിശ്ചയിച്ചു. അന്നത്തെ ഖവാരിജത്തിന് മനസ്സിലായി ഇവർ മസ്ലഹത്ത് ചർച്ച നടന്നാൽ നമ്മൾ ഒഴുകിപ്പോകും എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. വിധി നടത്താൻ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. ഇവർ രണ്ടാളും വിധി തീർപ്പാക്കിയാൽ നമ്മൾ അംഗീകരിക്കൂല. നിങ്ങൾ ലോകത്തേത് തെറ്റിയ വിഭാഗവും അള്ളാഹിനെ വെച്ചിട്ടാണ് കളിക്കല്. ഇബ്ലീസ് എന്ന് പറഞ്ഞിരുന്നത് ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സുജൂദ് അള്ളാഹുവിന് മാത്രം. ഖവാരിജത്ത് എന്ന ബിദ്അത്ത് അലി റളിയല്ലാഹുവിന്റെ കാലത്ത് പറഞ്ഞത് വിധി തീർപ്പാക്കാൻ അള്ളാഹ്ക്ക് മാത്രം. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന് പറയുന്ന ആയത്ത് ആർക്കെതിരെ ഓതുന്നത്? സ്വഹാബത്തിനെതിരെ. ആയത്ത് ആരുടെ മുമ്പിൽ നിന്നാണ് ജിബ്രീൽ ഇറക്കിക്കൊണ്ടുവന്നത്? സ്വഹാബത്തിന്റെ ഇടയിൽ. എന്നിട്ട് ആ സ്വഹാബത്തിനെതിരെ ബിദ്അത്തുകാർ ആയത്ത് കൊണ്ടുവരികയാണ്. ബിദ്അത്തുകാരുടെ കാര്യം കേട്ടാൽ തന്നെ ഒരു കോമഡിയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആളെ സ്വഹാബത്ത് പിടിച്ചു. സ്വഹാബത്ത് പിടിച്ചപ്പോൾ ഇയാൾ എന്താ പറഞ്ഞറിയോ? സ്വഹാബത്തിനോട് അലി റളിയല്ലാഹുവിനെ കൊന്ന ആൾ എന്താ പറഞ്ഞറിയോ? എൻ്റെ കൈ വെട്ടിക്കോളി, എൻ്റെ കാല് വെട്ടിക്കോളി, എൻ്റെ ഏതവയവും നിങ്ങൾ എടുത്തോളി, എൻ്റെ നാവൊന്നും ചെയ്യല്ലേ. അതെന്തേ? എനിക്ക് അള്ളാഹുവിന് ദിക്റല്ലണം. എൻ്റെ മോനെ ആര്? അലി റളിയല്ലാഹുവിനെ കൊന്നാളെ മൂപ്പരുടെ വർത്താനം കേട്ടങ്ങള്, എൻ്റെ നാവുങ്ങളൊന്നും ചെയ്തേക്കല്ലേ. തബ്ലീഗുകാരുടെ താടി കണ്ടിട്ട് വീഴേണ്ടവരല്ല നമ്മൾ. ബിദ്അത്ത് തന്നെ. അന്നെന്താ അവർ പറഞ്ഞിരുന്നത്? ഇബ്ലീസ് സുജൂദ് അല്ലാഹുവിന് മാത്രം. ഇടക്കാലത്ത് എന്താ സ്വഹാബത്തിനെതിരെ ബിദ്അത്തുകാർ പറഞ്ഞത്?
വിധി കൽപ്പിക്കാൻ അള്ളാഹ്ക്ക് മാത്രം. ഇപ്പോഴത്തെ പോസ്റ്ററിൽ എന്താ വഹാബികൾ പറഞ്ഞേക്കണത്? ആരാധന അള്ളാഹുവിനോട് മാത്രം. അപ്പോൾ എല്ലാത്തിലും ഒരേ അച്ഛനെയാണ് അവർ ഉപയോഗിക്കുക. അവർക്ക് ഏറ്റവും ദേഷ്യം റസൂലുള്ളാഹിനോടായിരിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ബിദഅത്തുകാരെ വിളിച്ചിട്ട് ചോദിച്ചു നോക്കിയാൽ നബി തങ്ങളുടെ ഉപ്പിയുമ്മയും നരകത്തിൽ. നിങ്ങൾ ആലോചിക്കുക, റസൂലുള്ളാഹിക്ക് എത്ര വേദന ഉണ്ടാവും അവിടുത്തെ ഉപ്പാനും മാനും പറഞ്ഞാൽ. എത്ര വേദന ഉണ്ടാവും. ലോകത്തെല്ലാ മുഅ്മിനീങ്ങളെയും ശഫാഅത്ത് ചെയ്തിട്ട് തങ്ങൾ സ്വർഗത്തിലെത്തിക്കുമ്പോൾ തങ്ങൾക്ക് ജന്മം നൽകിയ ആമിന ബീവി നരകത്തിലോ? ആ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾക്ക് സഹിക്കോ? ഈ ലോകത്തെ സർവ്വ മക്കളോടും ഉമ്മമാർക്ക് ദ്വാരക്കണം, ഉമ്മാൻ്റെ പൊരുത്തം വാങ്ങണം, ഉമ്മമാർക്ക് വേണ്ടി എല്ലാ ഖിദ്മത്തും ചെയ്യണമെന്ന് പഠിപ്പിച്ച തങ്ങളുടെ ഉപ്പിയുമ്മയും നരകത്തിലോ? എന്നിട്ട് ഈ മുജാഹിദ് ജമാഅത്തും സ്വർഗത്തിൽ പോകുന്നൊന്ന് കാണണമല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം ഏതാ? ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം ഏതാ? മക്ക, മദീന, കഅബ, അർശ്, കുർസി? ഏതാ സ്ഥലം? ചർച്ചകൾക്കൊടുവിൽ മഹാന്മാർ തീർപ്പ് കൽപ്പിച്ചു. മക്കയാണെന്ന് പറഞ്ഞവരുണ്ട്, മദീനയാണെന്ന് പറഞ്ഞവരുണ്ട്. എല്ലാവരും ഐക്യ കണ്ടതിനെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാം? ഇത്തഫഖത്തിൽ ഉമ്മത്തു വല്ല ഇമ്മത്തു അല അന്ന അഫ്ളൽ ബുഖാ. ഒരാൾക്ക് എതിരഭിപ്രായം ഇല്ലാത്തവണ്ണം എല്ലാവരും പറഞ്ഞൊരു സ്ഥലമുണ്ട്, 1ാം റാങ്ക്. അതേതാണെന്നറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരം ടച്ച് ചെയ്തിരിക്കുന്ന റൗള ഷരീഫിൻ്റെ ഉൾഭാഗം. ലാ തുയ്ബ യഅദിലു തുർബൻ ലമ്മ അളുമുഹു. മുത്തുനബി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട അവയവങ്ങൾ ടച്ച് ചെയ്ത മണ്ണിനേക്കാൾ സുഗന്ധമുള്ള മണ്ണ് ലോകത്ത് ഏത് മണ്ണാണ് ഉണ്ടാവുക? യാ അല്ലാഹ്. ആ തിരുശരീരം ആദ്യമായി ടച്ച് ചെയ്ത സ്ഥലം ആമിന ബീവിയുടെ ഗർഭപാത്രം. എന്നിട്ട് ആ ആമിന ബീവി നരകത്തിലും മുജാഹിദുകാർ സ്വർഗത്തിലും. എങ്ങനെയുണ്ട്? അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാൻ പറ്റുമോ? ഇല്ല. എൻ്റെ കയ്യിലെന്താ? മിഠായി. എടുത്തേക്ക, സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ. ആർക്ക്? എൻ്റെ മോൻ്റെ. അതെന്തേ? മോൻ്റെ ബർത്ത്ഡേ. എന്ത് ബർത്ത്ഡേ? അത് ബർത്ത്ഡേ. അത് ആഘോഷിക്കാൻ പറ്റുമോ? അത് സന്തോഷമല്ലേ ഉസ്താദേ. റസൂലുള്ള ജനിച്ചത് എനിക്ക് ടെൻഷനാ. റസൂലുള്ള ജനിച്ചപ്പോൾ ഒരാൾക്ക് ടെൻഷനായിട്ട് കരഞ്ഞിനെ ഇബ്ലീസ്. മുപ്രാരം കാറ്റ് വരും നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടാൻ പറ്റോ? അമിൻ തദക്കുരിജി റാനിം ബിദി സലമി മസജ് തദം അൻജറ മിൻ മുഖലത്തിൻ ബിദമി പാടാൻ പറ്റോ? നബിയുനൽ ആമിറുൻ നഹി ഫലാ അഹദുൻ അബറ ഫീ ഖൗലില മിൻഹു വലാ നഅമി ചൊല്ലാൻ പറ്റോ? ഇല്ല. അസ്സലാത്തു അലൻ നബി ചൊല്ലാൻ പറ്റോ? ഇല്ല. നബി തങ്ങളുടെ പ്രത്യേകത ഒന്നും പാടാൻ പാടില്ല. ഇല്ല. നീ ഏതാ പാർട്ടി? ഇന്നാലിന്ന പാർട്ടി. ജയിക്കും. എന്തേ? നമ്മളെ ലീഡർ സംഭവം. നിന്റെ ലീഡറുടെ മതം പറയാൻ പറ്റുമോ? പറയാ. ലോകത്ത് ഏതെങ്കിലും ഒരു വിഭാഗം ഉണ്ടാവോ സ്വന്തം ലീഡറുടെ മതം പ്രത്യേകത പറയാൻ പാടില്ല എന്ന് പറയുന്നത്? ലോകത്ത് ഏതെങ്കിലും ഒരു വിഭാഗം ഉണ്ടാവോ സ്വന്തം ലീഡറുടെ പ്രത്യേകത പറയരുത് എന്ന് പറയണത്? അപ്പൊ അവര് പറയും ഒരു പ്രത്യേക ദിവസം നിശ്ചയിച്ചിട്ട് മദ്ഹ് പറയാൻ പാടില്ല, അഥവാ റബീഉൽ അവ്വൽ 12 പാടില്ല. ഓക്കെ, മഴക്കാലം ആയതുകൊണ്ട് നമ്മളെ മഹല്ല മറ്റേ റബീഉൽ അവ്വൽ 24 അത് പറ്റോ? എന്താ പറയാ 24 മാറ്റാ? റബീഉൽ അവ്വൽ 25 പറ്റുമോ? 1 പറ്റുമോ? ഇല്ല. അപ്പൊ തങ്ങളുടെ ഉപ്പാനും മാനും അവർ നരകത്തിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ പാടില്ല. റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗള സിയാറത്ത് ചെയ്യുന്നതിന് മഹത്വമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാണ് എന്ന അർത്ഥത്തിൽ അവിടത്തോട് സഹായം തേടാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഹക്ക് ജാഹ് കൊണ്ട് ദുആ ചെയ്യാൻ പറ്റുമോ? തവസ്സുലാക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവിടെ നടക്കുന്ന മജ്ലിസ് റൗള ഷരീഫിൽ നിന്ന് കാണുമെന്ന അദൃശ്യകാര്യം അറിയുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇതിനൊക്കെ എന്താ മുജാഹിദ് ജമാഅത്തിന്റെ ഉത്തരം? എന്താ ഉത്തരം? അവർക്കാകെ ദേഷ്യം റസൂലുള്ളാഹിനോടാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിലേക്ക് എത്താനുള്ള ഒരേ ഒരു വഴി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹബ്ബ് വക്കലാണ്, മഹബത്ത് വക്കലാണ്. സുന്നികളും അസുന്നികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതാണ്. സുന്നികൾക്ക് എപ്പോഴും സ്വലാത്ത് ഉണ്ടാവും, അനങ്ങാൻ സ്വലാത്തായിരിക്കും.
KG മുതൽ PG വരെ ഒന്നിച്ച് പഠിച്ച 2 കൂട്ടുകാർ. ഒരാൾ വിദേശത്തും മറ്റൊക്കെ പോയി, അവിടെ അതില്ലല്ലോ ഇതില്ലല്ലോ എന്നൊക്കെ ന്യായം പറഞ്ഞ് ബിദ്അത്തുകാരനായി. പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ്, വരുമ്പോൾക്ക് ശിർക്കായി. എയർപോർട്ടിൽ നിന്ന് ജിബ്രീലുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പുതിയ തീരുമാനത്തിലേക്ക് മൂപ്പരെത്തിയത്. മറ്റേ ആൾ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് സുന്നിയായി തുടരുന്നു. ആ കോളേജിൻ്റെ അലുമിനി മീറ്റിംഗ് നടക്കുകയാണ് 25 വർഷത്തിന് ശേഷം. അവർ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ സുന്നിയായ ആൾ പറയാണ്, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങൾ ഗോയിങ് ആസ് വെൽ, അടിപൊളിയായിട്ട് പോകുന്നു. നിൻ്റെ വർത്താനം എന്താ? എന്ത് മരിക്കണ്ടേ എന്നുള്ള ഒരു ആലോചനയാണ് ഇപ്പോൾ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താ നമുക്കൊക്കെ ഉള്ളത്? പിന്നെ കുറച്ച് സ്വലാത്തു ദിക്റൊക്കെ തന്നെ ആകുള്ളൂ. നീ എന്താ സ്വലാത്തു ദിക്ർ എന്ന് വെച്ചാൽ? നമുക്ക് പിന്നെ എപ്പോഴും സ്വലാത്താണല്ലോ. എന്ത് സ്വലാത്ത്? മഹ്ലറത്തുൽ ബദരിലേക്ക് ഇരുന്നാൽ സ്വലാത്തുൻ അലാ നൂരിൽ വുജൂദി വആലിഹി വഅസ്ഹാബി ബദരിൻ സുമ്മ കുല്ലി സ്വഹാബതി. അത് എനിക്ക് പറ്റുമോ? നമുക്ക് ഷിർക്കാണ്. ശരി, നമുക്കത് ഷിർക്കും പെർക്കൊന്നും അല്ലാണ്ട് ഇങ്ങനെ സ്വലാത്തായിട്ട് പോകുന്നുണ്ട്. പിന്നെ എനിക്ക് എന്താ ഉള്ളത്? പിന്നെ നമ്മൾ അനങ്ങിയ മൗലിദല്ലേ, അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. എനിക്ക് പറ്റുമോ? ആവാൻ പറ്റില്ല. കുട്ടികൾ തന്നെ ചിരിക്കുന്നു. ആവാൻ പറ്റില്ല. പിന്നെ എനിക്ക് എന്താ ഉള്ളത്? പിന്നെ യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. അനങ്ങിയ സ്വലാത്താണ്. സ്വലാത്ത് പിന്നെ അടിച്ച് കയ്യും കണക്കൂലാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരട്ടെ. പിന്നെ ഇതിൻ്റെ എല്ലാം പുറമെ നിസ്കാരം കഴിഞ്ഞിട്ട് സ്വലാത്തുണ്ട്, ഹദ്ദാദ് കഴിഞ്ഞിട്ട് സ്വലാത്തുണ്ട്, മജ്ലിസ് കഴിഞ്ഞിട്ട് സ്വലാത്തുണ്ട്, സ്വലാത്ത്. പിന്നെ അതിൻ്റെ പുറമെ എല്ലാ വെള്ളിയാഴ്ച രാവും സ്വലാത്തുണ്ട്. നിനക്കെന്താ ഉള്ളത്? സ്വലാത്തായിട്ട്. പിന്നെ ദിക്റോ? ദിക്ർ അഫ്ളൽ ദിക്ർ നിസ്കാര ശേഷം ഒരു 50 അങ്ങനെ വരും, 5 വക്ത്. ഫഅലം അന്നഹു ഹദ്ദാദ് പറ്റൂലല്ലോ, പറ്റൂല. പിന്നെ അൽഹംദുലില്ലാഹ് കുറച്ച് സുന്നത്ത് നോമ്പ്, ബറാത്ത് നോമ്പ് പറ്റൂല, മേറാജ് നോമ്പ് പറ്റൂല, പറ്റൂല. ബറാത്തിലെ 3 യാസീൻ പറ്റൂല, ദുഹാൻ പറ്റേ ചെയ്യില്ല. വരണ്ട് ഉണങ്ങിയ സാധനമാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. വരണ്ട് ഉണങ്ങിയതാണ്, ഒരു സാധനം പറ്റൂല. നിങ്ങൾ ആലോചിച്ചു, തീർന്നോ? ഇല്ല. എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ആലോചിച്ചു, എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ഇവിടെയുള്ള ഒരു ബിദ്അത്തുകാരൻ്റെ വണ്ടി അപകടത്തിൽപ്പെട്ട് പ്രായമുള്ള ഒരു ഉപ്പാപ്പ മരിച്ചു വിചാരിക്കുക. ആ കുടുംബമൊക്കെ ബിദ്അത്തുകാരാണ്. എങ്കിൽ എന്താ സംഭവിക്കുക? ഗൾഫിൽ നിന്ന് അർജൻറ്റ് യാത്രയൊക്കെ സെറ്റ് ചെയ്ത് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് ഫാമിലിയൊക്കെ വന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത് ഉള്ള ആ മയ്യത്തിനെ കണ്ടപ്പം തന്നെ പേരക്കുട്ടികളൊക്കെ കരയാൻ തുടങ്ങി. ഇന്നലെ രാത്രി വരെ ഉപ്പാപ്പ വീഡിയോ കോൾ ചെയ്തിട്ട് ഉപ്പാപ്പക്ക് മോളെന്താ കൊണ്ടുവരാന്നൊക്കെ ചോദിച്ചു. ഉപ്പാപ്പയല്ലേ കരയുന്നത് എന്നർത്ഥത്തിൽ, കിടക്കുന്നത് എന്നർത്ഥത്തിൽ ഈ കുട്ടി കരയാൻ തുടങ്ങി. ആ കുട്ടി ഇങ്ങനെ കരഞ്ഞോണ്ട് ദ്വാരക്കാൻ പോവാണ്. എന്ത്? എൻ്റെ ഉപ്പാപ്പാക്ക് നീ സ്വർഗം. അങ്ങനെ ദ്വാരക്കാൻ പോകുമ്പം ജമാഅത്തെ ഇസ്ലാമിക്കാരനായ അല്ലെങ്കിൽ മുജാഹിദുകാരനായ വഹാബിയായ ഉപ്പ ഈ കുട്ടീൻ്റെ കൈക്കൊരു നുള്ളു കൊടുക്കും. അഞ്ഞാണ്ട് മിണ്ടാണ്ടെന്നോടുന്നു. എന്ത് ഉപ്പ എന്തിനാ നുള്ളുന്നു? മരിച്ചവർക്ക് ദ്വാരക്കാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു ഉണങ്ങിയ മതാണ് ഇവരുടേത്. ഈ അപകടത്തിൽ മരിച്ച ഉപ്പാപ്പാക്ക് പുറത്തു കൊടുക്കണേ, അല്ലെങ്കിൽ സ്വർഗം കൊടുക്കണേ, ഉപ്പാപ്പാക്ക് നമ്മൾ ചെയ്ത ഫാത്തിയൻ്റെ വർക്കത്തുകൊണ്ട് സ്വർഗം കൊടുക്കണേന്ന് ദ്വാരക്കാൻ പറ്റൂല. അത്രക്കും വരണ്ടുപോയ ഉണങ്ങിയ പ്രത്യാശാസ്ത്രമാണ് ഇവരുടേത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അത്രക്ക് ഉണങ്ങിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ബിദ്അത്തുകാരുടെ ഒരു കഥ. അതിൽ പെടാതിരിക്കണമെങ്കിൽ ചെറിയ പ്രായത്തിലെ മക്കളെ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കണം. ഉപ്പമാരോട് ഉമ്മമാരോടുള്ള വസിയത്താണ്. ബിദ്അത്തിലേക്ക്, യുക്തിവാദത്തിലേക്ക്, വൃത്തികേടുകളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ 2 കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് അല്ലിമു ഔലാദക്കും അസ്സുന്നത്ത് വൽ ജമാഅ. അതാണ് ഖു അൻഫുസക്കും വ അഹ്ലീക്കും നാറ എന്ന ആയത്തിന് ഇമാം കുശൈരി റഹിമഹുല്ലാ കൊടുത്ത വ്യാഖ്യാനം. നിങ്ങൾ മക്കളെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നതിൻ്റെ വ്യാഖ്യാനം തന്നെ മഹാനവറുകൾ പറയണത്, നിങ്ങൾ മക്കൾക്ക് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കണം.
മദ്രസ നന്നായി പഠിപ്പിക്കണം. കുട്ടികളെ ഇൽമിൻ്റെ വഴിയിലേക്ക് തിരിച്ചുവിടണം. സ്മൈൽ കൂട്ടുകാരാക്കി മാറ്റണം. അവരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്മാർട്ട് കോർ അംഗങ്ങളാക്കാൻ ശ്രമിക്കണം. SSFൻ്റെ മക്കളാക്കി അവരെ വളർത്തിക്കൊണ്ടുവരണം. എന്നാലാണ് അവർ സുന്നത്ത് ജമാഅത്തിൻ്റെ വഴിയിലേക്കുണ്ടാവുക. രണ്ടാമത്തത്, അവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ സ്വാലിഹീങ്ങളുടെ കഥകൾ പറഞ്ഞു കൊടുക്കണം. ഉമ്മമാരതിന് സമയം കണ്ടെത്തണം. വിശേഷിച്ച് ഇളം പ്രായത്തിലുള്ള മക്കൾ 3 വയസ്സ്, 3.5, 4, 4.5, 5 ഈ പ്രായത്തിലൊക്കെ ഉള്ള ആൺകുട്ടികൾ പെൺകുട്ടികളെ ചേർത്ത് പിടിച്ച് ഉമ്മമാർ കഥ പറഞ്ഞു കൊടുക്കണം. റിഫായി ഷേഖ് തങ്ങളുടെ കഥ, ഹാജ തങ്ങളുടെ കഥ, ജീലാനി തങ്ങളുടെ കഥ, സഹാബത്തിൻ്റെ കഥകൾ, സ്വാലിഹീങ്ങളുടെ കഥകൾ പറഞ്ഞു കൊടുത്താൽ ഗസാലി ഇമാം റഹിമഹുല്ലാ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്, അവരുടെ മനസ്സിൽ സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത് ഉറച്ചുറച്ചു വരും. അവർ പിന്നെ ബിദ്അത്തിലേക്ക് പോകില്ല. ആ കുട്ടികളല്ല കുറ്റവാളികൾ. അവരുടെ മാതാപിതാക്കളാണ് അവരെ നേർവഴിയിൽ എത്തിക്കാതിരുന്നത്. 6ാം ക്ലാസ്സിൽ നിന്ന് മദ്രസ ഒഴിവാക്കാൻ ആഖിർ ഓർക്കുന്ന ഒരു ഉപ്പാക്ക് എങ്ങനെ കഴിയുക? അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു ഉമ്മാക്ക് എങ്ങനെ സാധിക്കുക? ഒരു കുട്ടി 7ാം ക്ലാസ്സിൽ എത്തിയിട്ട് ഒഴിവാക്കാൻ എങ്ങനെയാ പോസിബിൾ ആവുക? എൻ്റെ മകൻ്റെ പഠനം ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോയാൽ മിസ്സാകുമോ എന്ന് പേടിച്ചിട്ട് വേറൊരു രാജ്യത്തുള്ള ഖാലിസ്ഥാനം ഒഴിവാക്കി നാട്ടിൽ തന്നെ നിന്ന മഹാനാണ് തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. ഓര മോനാണ് ലോകറിയപ്പെട്ട പണ്ഡിതനായ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. കണ്ടോ? ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പൊതുവിൽ നടക്കുന്ന ഒരു തിയറി പറയുന്നുണ്ട് അവിടുത്തെ തംബീഹുൽ മുഖ്തരീൻ എന്ന കിതാബിൽ. എന്താ പറയണത്? പൊതുവിൽ നമ്മളെ നാടുകളിൽ പ്രതിഭകളുടെ മക്കൾ, മഹാന്മാരുടെ മക്കൾ പ്രതിഭകളാവാറില്ല. എന്തേ കാരണം? അവർ പല കാര്യത്തിലും തിരക്ക് പിടിച്ച ജീവിതമായതുകൊണ്ട് സ്വന്തം മക്കളുടെ കാര്യത്തിൽ അത്ര കണ്ട് എൻഗേജ് ആവാൻ കഴിയാറില്ല. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരുപാട് കമ്പനികൾ നടത്തുന്നു, ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നു, ഒരുപാട് ഷോപ്പുകൾ അവർ നടത്തുന്നു. അത്രയും വലിയ ബിസിനസ് മുതലാളി വലിയ പ്രതിഭയുടെ ഉപ്പയാവാനുള്ള സാധ്യത കുറവാണ്. മക്കളെ നോക്കാൻ അവർക്ക് സമയം കിട്ടാറില്ല. വലിയ ആലിമിന്റെ മകൻ പൊതുവെ ആലിമീങ്ങളാവാറില്ല, പൊതുവിൽ ആവാറില്ല. വലിയ മഹത്വമുള്ളവരുടെ മക്കൾ പൊതുവിൽ തിരക്ക് പിടിച്ച ജീവിതമായതുകൊണ്ട് തന്നെ ഉപ്പാക്ക് മക്കളെ ശ്രദ്ധിക്കാൻ കഴിയാറില്ല. സുബ്കി ഇമാം പറയാ, പക്ഷേ ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറയാ, പക്ഷേ സുബ്കി ഇമാമിന്റെയും ബുൽഖീനി ഇമാമിന്റെയും കുടുംബം അങ്ങനല്ല. ആ കുടുംബമേ പണ്ഡിത കുടുംബം. തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹുവിന്റെ മകനാണ് താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു. സർവ്വ ദർസുകളിലും ഓതുന്ന ജംഉൽ ജവാമിന്റെ മുസന്നിഫ് മകൻ. കണ്ടോ? ബുൽഖീനി കുടുംബമേ ആലിമീങ്ങളുടെ കുടുംബമാണ്. എത്ര ബുൽഖീനി ഇമാമുമാരാ! സുബ്കി ഇമാമിന്റെ കുടുംബത്തിലുണ്ട് ധാരാളം ആലിമീങ്ങൾ. ബദറുദ്ദീൻ അൽ ഗസി തങ്ങളുടെ മോനാണ് നജ്മുദ്ദീൻ അൽ ഗസി തങ്ങൾ, റളിയുദ്ദീൻ അൽ ഗസി തങ്ങൾ കുടുംബനാഥനാ. എത്ര മഹാന്മാരാ! നമുക്കതിന് സമയം ഉണ്ടാവണം. കുറേ പ്രവാസി വീട്ടിലെല്ലാം പോകുന്നതിൻ്റെ ഇടയിൽ നമ്മളെ മോനെയും നമ്മൾ നോക്കണം. കുറേ സ്ഥാപനങ്ങളൊക്കെ നോക്കുന്നതിനിടയിൽ ഇതിൻ്റെ ബർക്കത്തുകൊണ്ട് എൻ്റെ മോൻ നന്നാവണമെന്ന് ദ്വാരക്കാൻ സമയം കണ്ടെത്തണം. അതും വേണം. അങ്ങനെ നമ്മൾ മഹബത്തുള്ളവരാവണം.